എൻ്റെ പേര് ഗംഗ രാജേന്ദ്രൻ. നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കറിയാണ്. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് കരിമീനാണുള്ളത്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി തേങ്ങ ചിരവാനുണ്ട്. ഇത്ര ഞാനല്ല ചിരവിയത്, വല്യമ്മയാണ്. അപ്പോൾ നമുക്ക് ചിരവായി. അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ ഇനി 4 ഉള്ളി നന്നാക്കണം. നമുക്കിപ്പോൾ നന്നാക്കാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഈ തേങ്ങ ഫുള്ള് ഇടുന്നുണ്ട്. ഇനി ചെറുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾക്ക് വറ്റൽമുളകാണ്. അത് നമുക്കൊരു 3-4 എടുത്തേണ്ട്. അതിന് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിടാം. പൊട്ടിക്കണമെന്നില്ല, പൊട്ടിക്കാണ്ട് ഇടാം. അപ്പോൾ ഗൈസ് നമ്മൾ 2 സാധനം ഇടാൻ മറന്നുപോയി, മഞ്ഞപ്പൊടിയും കുരുമുളകും. അപ്പോൾ ഗൈസ് ഇപ്പം ഇവിടെ നല്ല ചൂടൊക്കെയാണ്, അപ്പോൾ അത് കാരണം വേർത്ത് വേണം. അപ്പോൾ നമുക്കിനി അടുപ്പത്ത് ചട്ടി വയ്ക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മളിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഗൈസ് നമുക്കിനി ഈ അരപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അരപ്പിടാൻ തുടങ്ങി. അപ്പോൾ ഗൈസ് നമുക്കിത് തിളക്കാനായിട്ട് ഇച്ചിരി നേരം എടുക്കും. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് വേപ്പില വറച്ചിട്ട് വരാം. നല്ല നാച്ചുറലായിട്ട് വേപ്പിലയാണിത്. നമുക്ക് കഴുകിയിട്ടാണ് നമ്മൾ കറിയിലിടാം കേട്ടോ എന്തായാലും. അപ്പോൾ ഗൈസ് ഇതിന് നമുക്ക് നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം. നമ്മളിതിൽ ഉപ്പിടാൻ മറന്നുപോയി. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉപ്പിടണമെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഉപ്പിടാൻ മറന്നു. നമുക്ക് ഉപ്പിടാം. ഗൈസ് നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ കരിമീൻ വച്ച് കൊടുക്കാം. പ്ലേറ്റിൽ നിന്ന് നേരെ എടുത്തിട്ട് നേരെ കഴുകിയിട്ട് ഒന്ന് നേരെ മൂടി വെച്ചു. അപ്പം നമുക്കിത് വെന്തിട്ട് കാണാം. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി കുടംപുളി നമുക്ക് കിട്ടി. മാങ്ങ പറിച്ചപ്പോൾ അത് ചൊനച്ചതായിരുന്നു. നമുക്ക് ശൈലമ തപ്പിപ്പോൾ കിട്ടി കേട്ടോ കുടംപുളി. അപ്പം നമുക്കിത് അടച്ച് വയ്ക്കാം. നന്നായിട്ട് തുറന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മുറിച്ച് വെച്ചതാണ് തക്കാളി. നമുക്ക് വേപ്പിലും പിന്നെ വെളിച്ചെണ്ണ ഇടാം. അപ്പോൾ നമ്മുടെ മീൻ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേപ്പിലിടാം. ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിന് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിത് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പത്തിൻ്റെ കൂടെയാണ്. നല്ല മീനാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. ബൈ.